ഡിയസിറെ പടം കണ്ടു. ഹൊറർ ത്രില്ലർ ജോണറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു ഹൊറർ ഡ്രാമ ആയിട്ടോ ഫീൽ ചെയ്തത്. സ്റ്റാർ ചെയ്യുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. പടം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവനാണ്. പുള്ളിയുടെ ഇതിനു മുന്നത്തെ ചെറിയ 2 പടങ്ങൾ കണ്ടാൽ നമുക്കറിയാം പുള്ളിക്ക് ഹൊറർ ജോണറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ബ്രഹ്മയുഗവും ഭൂതകാലവും അതേപോലെ തന്നെ ഒരു ട്രൂലി ഇന്റർനാഷണൽ സ്റ്റഫ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇതിനകത്ത് എനിക്ക് വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഭയങ്കര ഇൻ്റലിജൻ്റ് ആട്ടോ. മിക്ക ഹൊറർ പടങ്ങളിലും നായകനെയും കൂട്ടുകാരെയും പിടിച്ച് പ്രേതം ഒരു 10 പ്രാവശ്യം ഇടിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ 10 ഇൻസിഡൻസ് ഉണ്ടായി കഴിയുമ്പോഴേ ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് പ്രേതമാണ് ഉള്ള കാര്യം. ഇതിനകത്ത് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഹീറോയ്ക്ക് വെറും 2ാമത്തെ ഇൻസിഡൻറ്റ് കാര്യം മനസ്സിലാവും ഇത് പ്രേതമാണ്. പുള്ളി അപ്പം തന്നെ പെട്ടിയും പൂട്ടി ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റെമഡിക്കായിട്ട് ഇറങ്ങും. അതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് പടത്തിൻ്റെ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആട്ടോ. ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്. ഞാൻ പറഞ്ഞില്ല, ഒരു ഡ്രാമ ടച്ചുള്ള സ്റ്റോറി ടെല്ലിംഗ്. പക്ഷേ ആ സാധനത്തിൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യാണ്ട് എലിവേറ്റ് ചെയ്യുന്നതും പിന്നെ അതേപോലെ തന്നെ ഹൊറർ സീൻസ് എലിവേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റോ സേവിയറാണ്. പുള്ളി തന്നെയാണ് ബ്രഹ്മയുഗത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടോ. ഈ ക്ലൈമാക്സിൻ്റെ ഏരിയയിലും പിന്നെ ക്ലൈമാക്സ് കഴിയുമ്പം എന്ന് വെച്ചാൽ ഈ ഇഷ്യൂ എല്ലാം ഒന്ന് സെറ്റിൽ ആകുമ്പോഴും ഒരു മ്യൂസിക്കൊക്കെ വരുന്നുണ്ട്. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇവരുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അത് നിങ്ങൾക്ക് പടത്തിൻ്റെ ഇനീഷ്യലി അങ്ങനെ ഭീകരമായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പടത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഡീമൻസ് ലെയർ എന്നൊക്കെ പറയുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്ഥലം വരുമ്പോഴത്തേക്കും ആ ടീം ചെയ്തു വച്ചേക്കുന്നൊരു സംഭവമുണ്ട്. അയ്യോ ആ ഭീകരമായിരുന്നു കേട്ടോ, അടിപൊളി. അത് ഈ വിഷ്വലി ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഇവരെടുത്ത് കാണിക്കുന്നുമുണ്ട്. പെർഫോമൻസസിലോട്ട് വരുമ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ്. പേടിക്കുന്ന രംഗങ്ങളും പിന്നെ ഈ സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ടുള്ള രംഗങ്ങളൊക്കെ പുള്ളി നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് ജിബിൻ ഗോപാലകൃഷ്ണൻ്റെ പെർഫോമൻസ്. പുള്ളിയും പ്രണവ് മോഹൻലാലും ഒരുമിച്ചാണ് കഥ മുന്നോട്ട് കൊണ്ടുവന്നത്. പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ, അസാധ്യ നടൻ. പുള്ളിക്കിനകത്ത് എന്താ പറയുക, ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട് പുള്ളിയുടെ. എന്ന് വെച്ചാൽ ഫിയർ വരുമ്പോഴും പിന്നെ പുള്ളിക്ക് ഒരു ചെറിയ 6th സെൻസ് പോലെ ഫീൽ ചെയ്യുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല സൂപ്പറായിട്ടോ കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഭീകര നടൻ. പിന്നെ നമ്മുടെ ഏസ്തറ്റിക് കുഞ്ഞമ്മ, പുള്ളിക്കിനകത്ത് ചെറിയൊരു സ്പേസേ ഉള്ളൂ, പക്ഷെ ഭയങ്കര അഭിനയമായിരുന്നു കേട്ടോ. പിന്നെ ഒരു ക്യാരക്ടറിനെയും കൂടെ പെർഫോമൻസ് എടുത്ത് പറയണം, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. അത് ക്ലൈമാക്സിനോട് അടുക്കുമ്പം ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കില്ല ഈ ആളാണ് ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ പ്രണവ് മോഹൻലാലിനെ എടുത്തിട്ട് ഇടിച്ച് പൊളിക്കും. സൂപ്പർ സാധനമാണ്. ഓവറോൾ പറയുവാണെങ്കിൽ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. നല്ല സ്ക്രീനുള്ള നല്ല സൗണ്ടുള്ള ഒരു അടിപൊളി തിയേറ്ററിൽ പോയി മസ്റ്റായിട്ടും കാണേണ്ട ഒരു പടം. പടത്തിൻ്റെ എൻഡിങ് ഒരു ഓപ്പൺ എൻഡിങ് ആയിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ ചെറിയൊരു യൂണിവേഴ്സ് ബിൽഡിംഗ് ഒരു നൈസായിട്ട് നടത്തിയിട്ടുണ്ട്. വേറൊരു സിനിമയിലെ ഒരു ക്യാരക്ടർ വന്ന് നമ്മുടെ ജിബിൻ ഗോപിനാഥിൻ്റെ ക്യാരക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. പടം കണ്ടവർ അത് ഏത് ക്യാരക്ടറാണ്, അത് ഏത് സിനിമയിലെ ക്യാരക്ടറാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പം ബൈ.